Good afternoon. Good afternoon, Miss. Okay, good afternoon. Okay. എല്ലാവർക്കും good afternoon. മുഹമ്മദ് സാദിഖ്, ഓക്കെ, ഷമീമ, വീണ, അല്ലേ? അദ്ദേഹത്തിന്റെ പേര് വീണ എന്നല്ലേ പറഞ്ഞത്? വീണ, പിന്നെ ആരാണ്? അതെ മിസ്. ശ്രീലക്ഷ്മി, പിന്നെ ആരൊക്കെയാണ്? ഷമീമ പറഞ്ഞു, ജെനി കണ്ണൻ, നിവേദിത, ഓക്കെ, അനീറ്റ ജോൺ, ലളിത ദിലു, അശ്വിന, നാര്യ സനു, മഹേഷ് കെ എം, ഗ്രീഷ്മ ചിത, ഷമാൽ, അമൃത, ജെനി കണ്ണൻ. ഓക്കെ, ഗ്രീഷ്മ, നജീബ്, ഓക്കെ, നജീബിനു, ഇവാൻഷലി മരിയ, ഓക്കെ, ഹസീന, ലക്ഷ്മി. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? ഫുഡൊക്കെ കഴിഞ്ഞോ? ഓക്കെ, അമൃത കഴിച്ചു അല്ലേ? ഓക്കെ, പിന്നെ റിനു ജിബിന, ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. കഴിച്ചു അല്ലേ? പിന്നെ എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, ഇവാൻജലിൻ മരിയ, ഇവാൻജലിൻ മൈ ഡോക്ടർ, ഓക്കെ. എങ്ങനെയുണ്ട്? മഴയൊക്കെ എങ്ങനെയുണ്ട്? നല്ല മഴയാണല്ലേ? അല്ലേ? ഓക്കെ, 2 ദിവസമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, അഞ്ജലി പറയുന്നുണ്ട് ഇവിടെ നല്ല മഴ, എല്ലായിടത്തൊക്കെ നല്ല മഴയാണ്. ഓക്കെ, എല്ലാവരും ഇനി മഴയൊക്കെ ആസ്വദിച്ചിരിക്കും കേട്ടോ. ശരി, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സില് നമ്മുടെ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് അവിടെ വരെ ഒക്കെ വായിച്ചു നോക്കിയോ എല്ലാവരും? ഓരോ ദിവസം എടുക്കുന്ന ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കണം കേട്ടോ, മറന്നു പോകുമോ? അല്ലെങ്കിൽ വായിച്ചു നോക്കാറുണ്ടോ എല്ലാവരും? ക്വസ്റ്റ്യൻസ് ഒന്നും ക്ലാസ്സിൽ അങ്ങനെ ചോദിക്കാറില്ല എന്ന് കരുതിയിട്ട് വായിക്കാതിരിക്കരുത് കേട്ടോ. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പ്ലാസ്റ്റിക് സർജറി വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു പ്ലാസ്റ്റിക് സർജറി, ആ പേരെങ്ങനെ വന്നു അല്ലെ? പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന ഒരു എന്താണ് ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ് ആ ഒരു വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. അത് നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. പിന്നെ പ്ലാസ്റ്റിക് സർജറി തന്നെ പ്രധാനമായിട്ടും 2 ഡിവിഷൻസ് ആണുള്ളത്. ഒന്ന് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി, രണ്ടാമത്തത് കോസ്മെറ്റിക് സർജറി. ഓക്കെ, സ്ക്രീൻ പോയോ? സ്ക്രീൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിസ്സായി പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇൻ കേസ് സ്ക്രീൻ പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ കയ്യിൽ, അത് നോക്കുക കേട്ടോ. അപ്പൊ നോക്കാം, 2 ടൈപ്പാണ് പ്ലാസ്റ്റിക് സർജറി ഉള്ളത്. ഒന്ന് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി, രണ്ടാമത്തത് കോസ്മെറ്റിക് സർജറി. ഓക്കെ, എന്താണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയിൽ പറയുന്നത്? റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി കറക്റ്റ്സ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്ട്സ്. അണ്ടർലൈൻ ചെയ്യാട്ടോ. പ്ലാസ്റ്റിക് സർജറി പ്രധാനമായിട്ടും 2 തരത്തിലാണ് ഉള്ളത്, 2 ടൈപ്പാണുള്ളത്. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ഉണ്ട്, കോസ്മെറ്റിക് സർജറി ഉണ്ട്. അതില് എന്താണ് റീകൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്ട് അല്ലെ? നമ്മുടെ ശരീരത്തിന് അല്ലെ, ശരീരഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഘടനാപരമായിട്ടുള്ള വൈകല്യങ്ങള്, അതുപോലെ പ്രവർത്തനപരമായിട്ടുള്ള തകരാറുകള്, ഇതെല്ലാം പരിഹരിക്കുന്നതിനുള്ള സർജറിയാണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. റീകൺസ്ട്രക്ട് ചെയ്യാണ്, പുനർനിർമ്മിക്കുക എന്ന് പറയും അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഇപ്പൊ പരിക്ക് പറ്റി അല്ലെ, അറ്റുപോയ ഭാഗങ്ങളാവാം, അല്ലെങ്കിൽ പൊള്ളലേറ്റ ഭാഗങ്ങളായിരിക്കാം അല്ലെ? അപ്പൊ അതൊക്കെ അതുപോലെ നമ്മൾ അറ്റുപോയ ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുന്നതും മറ്റൊക്കെ എന്തിനകത്താണ് വരുന്നത്? റീകൺസ്ട്രക്റ്റീവിനകത്താണ് വരുന്നത്. സ്ക്രീനിങ്ങിന് ഇടയ്ക്ക് പോകുന്നുണ്ടോ? ഇതെല്ലാവർക്കും പോയോ സ്ക്രീൻ?
ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ കാണാലോ അല്ലെ? ഇടയ്ക്ക് പോവുകയാണെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ, ഞാനതൊന്നും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. ഈ ഒരു സിസ്റ്റത്തിന്റെ എന്തോ പ്രോബ്ലം കൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു ശരീര ഭാഗത്തുണ്ടാകുന്ന ആന്തരികമായിട്ടുള്ള അല്ലെ, ശരീരഘടനയിൽ ഉണ്ടാകുന്ന അല്ലെ തകരാറുകള് അല്ലെങ്കിൽ വൈകല്യങ്ങള്, പ്രവർത്തനപരമായിട്ടുള്ള തകരാറുകളൊക്കെ പരിഹരിക്കുന്ന ഒരു സർജറിയാണ് റീകൺസ്ട്രക്റ്റീവ്. നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യാണ്, ഭാഗങ്ങളെ നമ്മൾ പുനർനിർമ്മിക്കുകയാണ് അഥവാ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന്റെ പേര് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. സോ ആ ഒരു ഡെഫിനേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡാഷ് പ്ലാസ്റ്റിക് സർജറി കറക്റ്റ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫക്റ്റ് എന്ന് കണ്ടാൽ ഉത്തരം എന്താണ്? റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ആണ്. രണ്ടാമത് എന്താണ് വരുന്നത്? കോസ്മെറ്റിക് സർജറി ആണ്. കോസ്മെറ്റിക് സർജറിയുടെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിയേ. കോസ്മെറ്റിക് സർജറി എൻഹാൻസസ് ദ അപ്പിയറൻസ് ഓഫ് ദ ബോഡി ത്രൂ മെഡിക്കൽ ആൻഡ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, ഭംഗി കൂട്ടുന്നതിന് അപ്പിയറൻസ് അല്ലെ, ബാഹ്യ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന സർജറിയാണ് എന്ത്? കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ പറയുന്ന ഫിലിം സ്റ്റാറുകള് അല്ലെ, ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? കോസ്മെറ്റിക് സർജറികൾ ചെയ്യുന്നുണ്ട്. കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് ഹെഡ് ടു ഫുട്ട് വരെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പോ ഫേസിലൊക്കെ ആണെങ്കിൽ ഇപ്പോ ഫില്ലേഴ്സ്, ബോട്ടോക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ കണ്ണിന്റെ എന്താണ് കണ്ണിന്റെ കൺപോള ഉയർത്തി വെക്കുന്ന രീതിയിലുള്ളത് ബ്ലിഫാറോപ്ലാസ്റ്റി എന്നൊക്കെ പറയും. അതുപോലെ ബ്ലിഫാറോപ്ലാസ്റ്റി കണ്ണിന് ചുറ്റുമുള്ള ഐപാക്സ് ഒക്കെ എടുത്തു കളയുന്ന രീതിയിൽ പ്രായം ചെല്ലുന്തോറും വരുന്ന മാറ്റങ്ങളാണ്. അപ്പൊ അത് എടുത്തു കളയുന്ന ബ്ലിഫാറോപ്ലാസ്റ്റി. ഓക്കെ, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള സർജറികളുണ്ട്. മൂക്കിൽ ചെയ്യുന്നത് റൈനോപ്ലാസ്റ്റി ആണ്. മൂക്കിന്റെ ഗുഡ് ആഫ്റ്റർനൂൺ. മൂക്കിൽ ചെയ്യുന്നത് റൈനോപ്ലാസ്റ്റി എന്നാണ് പറയാം. ഓക്കെ, മൂക്കിന്റെ ഒക്കെ ഷേപ്പ് ഒക്കെ മാറ്റുന്നുണ്ട്. നിങ്ങളുടെ
ഒത്തിരി നടിമാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പണ്ടത്തെ ഒരു നടിയുണ്ട് ശ്രീദേവി എന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയി. അവരുടെ പഴയ സിനിമയിൽ കണ്ടാൽ അറിയാൻ പറ്റും. അവരുടെ മൂക്ക് കുറച്ച് ഉരുണ്ട മൂക്കായിരുന്നു. പിന്നെ കോസ്മെറ്റിക് സർജറി ഒക്കെ ചെയ്തിട്ടാണ് മൂക്ക് കുറച്ചും കൂടി ഷേപ്പ് ആക്കാൻ. ഇഷ്ടംപോലെ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. സാധാരണക്കാരല്ല, ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയുള്ള ഫീൽഡിലുള്ളത് അല്ലെ. അപ്പൊ മൂക്കിൽ ചെയ്യുന്നത് റൈനോപ്ലാസ്റ്റി ഉണ്ട്. അതുപോലെ ബ്രസ്റ്റിൽ ചെയ്യുന്നതുണ്ട്. ഇപ്പൊ ബ്രസ്റ്റ് ഒക്കെ തൂങ്ങിപ്പോയ ബ്രസ്റ്റ് ഒക്കെ അത് ശരിയാക്കുന്നതിനുള്ള സർജറികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വയറ് അല്ലെ, തൂങ്ങി നിൽക്കുന്ന വയറ്, ടമ്മി ടക്ക് എന്നൊക്കെ പറയും, അബ്ഡോമിനൽ പ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് തൂങ്ങി കിടക്കുന്ന വയറ് അത് ശരിയാക്കാൻ, വയറിലുള്ള എക്സസ് ആയിട്ടുള്ള ഫാറ്റുകളൊക്കെ എടുത്ത് കളയുന്ന രീതിയിലൊക്കെയുള്ള എന്തുണ്ട് സർജറികള്, കോസ്മെറ്റിക് സർജറികളൊക്കെ ഉണ്ട്. കോസ്മെറ്റിക് സർജറിയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരം എന്താണ് സഹൽ പറഞ്ഞ ബ്രിഡ്ജ്, അതെ, ഇന്ന് എല്ലാത്തിലും ഉണ്ട് അത്. അപ്പൊ കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യ ഭംഗി കൂട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജറിയാണ് കേട്ടോ. അപ്പൊ മനസ്സിലായല്ലോ, പ്ലാസ്റ്റിക് സർജറി പ്രധാനമായിട്ടും 2 വിഭാഗമാണുള്ളത്. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ഉണ്ട്, കോസ്മെറ്റിക് സർജറി ഉണ്ട്. റീകൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഘടനാപരമായിട്ടുള്ള വൈകല്യങ്ങളും പ്രവർത്തനപരമായിട്ടുള്ള തകരാറുകളും ചികിത്സിക്കുന്ന വിഭാഗമാണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി. കോസ്മെറ്റിക് സർജറി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യ ഭംഗി കൂട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന സർജറിയാണ് കോസ്മെറ്റിക് സർജറി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? എളുപ്പമാണ്. ഇനി ലാസ്റ്റ് ഫൈനൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് യൂറോളജി. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇതിലൊന്നും ഇമ്പോർട്ടന്റ് അല്ലാത്തതില്ല കേട്ടോ. എല്ലാം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എന്തുമായി ബന്ധപ്പെട്ടതാണെന്നും ഇതിലൊന്നും ഇമ്പോർട്ടന്റ് അല്ലാത്തതില്ല. ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഈ പാർട്ടൊന്നും പഠിക്കുന്നില്ല. ഓക്കെ, അടുത്തതാണ് യൂറോളജി ആൻഡ് ആൻഡ്രോളജി. രണ്ടും ഒരുമിച്ചാണ് പറയുന്നത് കേട്ടോ, യൂറോളജി ആൻഡ് ആൻഡ്രോളജി. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ യൂറോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും? എന്തുമായിട്ട് യൂറോളജി എന്നൊക്കെ കേൾക്കുമ്പോൾ അതായത് നമ്മുടെ സ്ത്രീകളിലെയും പുരുഷന്മാരുടെയും യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായിട്ട്, ഓക്കെ, മൂത്രാശയ സംബന്ധമായിട്ടുള്ള അല്ലെ അത്തരം രോഗങ്ങള് ചികിത്സിക്കുന്ന അല്ലെ, അത്തരം രോഗങ്ങള് പരിഹരിക്കുന്നതിനായിട്ടുള്ള മെഡിക്കൽ സർജിക്കൽ ചികിത്സാ വിഭാഗമാണ് യൂറോളജി എന്ന് പറയുന്നത്. Then what is meant by andrology? Andrology എന്താണെന്ന് അറിയാമോ? അതായത് പുരുഷന്മാരുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ ചികിത്സിക്കുന്ന വിഭാഗമാണ് ആൻഡ്രോളജി എന്ന് പറയുന്നത്. നമ്മളിപ്പോ സ്ത്രീകൾക്ക് ഗൈനക്കോളജി എന്ന് പറയുന്നില്ലേ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുന്നത് ഗൈനക്കോളജി എന്നതുപോലെ പുരുഷന്മാരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സാ വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണത്? ആൻഡ്രോളജി. എന്താണ് പറയാ, സ്ത്രീകൾക്ക് ഗൈനക്കോളജി എന്ന് പറയുന്നത് പോലെ പുരുഷന്മാർക്ക് എന്താണത്? ആൻഡ്രോളജി ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്കത് വായിക്കാം. യൂറോളജി ആൻഡ് ആൻഡ്രോളജി ഒരുമിച്ചാണ് പറയുന്നത് കേട്ടോ. ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഫോക്കസസ് ഓൺ സർജിക്കൽ ആൻഡ് മെഡിക്കൽ ഡിസീസ് ഓഫ് ദ മെയിൽ ആൻഡ് ഫീമെയിൽ യൂറിനറി ട്രാക്ട് സിസ്റ്റം ആൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടത് ആൻഡ്രോളജി. അതേസമയം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും യൂറിനൽ ട്രാക്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുടെ ചികിത്സാ വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് യൂറോളജി ആണ്. ഓക്കെ, ഇനി യൂറോളജി വിഭാഗത്തില് വരുന്ന ശരീര ഭാഗങ്ങൾ ഏതൊക്കെയാണ്? എന്തൊക്കെ ഓർഗൻസുകളാണ് യൂറോളജിയിൽ കവർ ചെയ്തു പോകുന്നത്? ഓക്കെ, organs under the domain of urology include എന്തൊക്കെയാന്ന് നോക്കിയേ, ഏതൊക്കെ ഭാഗങ്ങളാണ് യൂറോളജിയിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? അണ്ടർലൈൻ ചെയ്ത് പോണം. ഇതൊക്കെയാണെന്ന് കിഡ്നീസ് അല്ലെ, കിഡ്നീസ് ഉണ്ട്. അടുത്തെന്താണ്? അഡ്രീനൽ ഗ്ലാൻസ്, യൂറിറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ, യൂറിത്ര. ഇത്രയും ഭാഗങ്ങളാണ് യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ നമ്മൾ ആൻഡ്രോളജി പറഞ്ഞത് കൊണ്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും കൂടെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അല്ലെ. ആൻഡ്രോളജി എന്ന് പറയുമ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും കൂടെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ക്ലിക്ക് ആവും. നോക്കണേ, പിക്ചർ കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? പിക്ചർ കാണാൻ പറ്റുന്നുണ്ടല്ലോ.
അപ്പൊ നോക്കിയേ, യൂറിനറി ട്രാക്ട് സിസ്റ്റത്തിന്റെ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. ഏതൊക്കെയാണ്? കിഡ്നി ഉണ്ട് അല്ലെ? രണ്ട് കിഡ്നിയാണ് ഉള്ളത്. കിഡ്നിയുടെ മുകൾ ഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണ് അഡ്രീനൽ ഗ്ലാൻഡ്. അത് എവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്? എൻഡോക്രൈനോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണെന്നൊക്കെ നമുക്കറിയാം അല്ലെ? അതായത് നമ്മുടെ കിഡ്നിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു ക്യാപ്പിലായിട്ട്, ദാറ്റ് മീൻസ് ഒരു തൊപ്പി പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞു? കിഡ്നി പറഞ്ഞു. ദെൻ വരുന്നതാണ് എന്ത്? യൂറിറ്റർ. ഇതാണ് യൂറിറ്റർ. ഇവിടെ പറഞ്ഞില്ലേ നമ്മള് യൂറിറ്റേഴ്സ് അല്ലെ? യൂറിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ നോക്കിയേ, ഏതാണ് യൂറിറ്റർ എന്ന് പറയുന്നത്? ഈ ട്യൂബ് നിങ്ങൾ കണ്ടോ? ഇതാണ് യൂറിറ്റർ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ട്യൂബ് ദാറ്റ് കാരീസ് ദ യൂറിൻ ഫ്രം കിഡ്നി ടു ബ്ലാഡർ. കണ്ടോ? നമ്മുടെ കിഡ്നിയിൽ നിന്നും ബ്ലാഡറിലോട്ട് യൂറിനെ വഹിക്കുന്ന ആ ഒരു ട്യൂബിനെ കണ്ടോ? അതാണ് എന്ത്? യൂറിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. യൂറിറ്റേഴ്സും യൂറിത്രയും പലർക്കും മാറിപ്പോവാറുണ്ട്. യൂറിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ട്യൂബ് ദാറ്റ് കാരീസ് ദ യൂറിൻ ഫ്രം കിഡ്നി ടു ദ ബ്ലാഡർ ആണ്. ഇനി വാട്ട് ഈസ് യൂറിത്ര? യൂറിത്ര എന്താണെന്ന് അറിയാമോ? ഇറ്റ് കാരീസ് ദ യൂറിൻ ഫ്രം ബ്ലാഡർ ടു ഔട്ട് ഓഫ് ദ ബോഡി. ബ്ലാഡറിൽ നിന്നുള്ള യൂറിനെ നമ്മുടെ ശരീരത്തിന്റെ പുറത്തേക്ക് എത്തിക്കുന്നത് യൂറിത്രയാണ്. അതേസമയം ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. കിഡ്നിയിൽ നിന്നും ബ്ലാഡറിലോട്ട് യൂറിനെ വഹിക്കുന്നതാണ് യൂറിറ്റർ എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ബ്ലാഡറിൽ എത്തിയിട്ടുള്ള യൂറിനെ ഔട്ട് ഓഫ് ദ ബോഡി, ശരീരത്തിന് പുറത്തേക്ക് വഹിക്കുന്നതാണ് എന്ത്? യൂറിത്ര എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ എന്ത് വരുന്നുണ്ട്? യൂറിനറി ബ്ലാഡർ വരുന്നുണ്ട് അല്ലെ? ബ്ലാഡർ കണ്ടല്ലോ, മൂത്രസഞ്ചി. ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? പിക്ചർ ഓക്കെ അല്ലേ? ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായാൽ മതി കേട്ടോ. പലപ്പോഴും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആണ്, യൂറിത്ര എന്താ, യൂറിറ്റർ എന്താ, ഇത് രണ്ടും ഒന്നും തന്നെയാണോ, വ്യത്യാസമുണ്ടോ? അപ്പൊ യൂറിറ്റർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ട്യൂബ് ദാറ്റ് കാരീസ് ദ യൂറിൻ ഫ്രം കിഡ്നി ടു ബ്ലാഡർ ആണ്. യൂറിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കാരീസ് ദ യൂറിൻ ഫ്രം ബ്ലാഡർ ടു ഔട്ട് ഓഫ് ദ ബോഡി. അത്രയും ഓർത്ത് വയ്ക്കാം. പിന്നെ യൂറിനറി ബ്ലാഡർ. ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ നമ്മൾ ആൻഡ്രോളജി പറഞ്ഞു. ആൻഡ്രോളജിയിൽ ഏതാ വരുന്നത്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ് അല്ലെ? ടെസ്റ്റിസ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡും ടെസ്റ്റിസും ഇതൊക്കെ വരുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ഭാഗമായിട്ടാണ്. ഇനി യൂറോളജിയിൽ എന്തൊക്കെ ചികിത്സകളാണ് ഈ ഒരു വിഭാഗത്തിൽ കൈകാര്യം ചെയ്യുന്നത്? യൂറോളജി കമ്പൈൻസ് the management of medical conditions such as urinary tract infections and with the management of surgical conditions such as bladder or prostate cancer, kidney stones, congenital abnormalities, traumatic injury, etc. ഈ ഒരു വിഭാഗം എന്തൊക്കെ രോഗങ്ങളാണ് ചികിത്സിക്കുന്നത്? പ്രധാനമായിട്ടും നമ്മുടെ യൂറിനറി ട്രാക്ട് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന അണുബാധകള്, അതുപോലെ തന്നെ പ്രോസ്ട്രേറ്റ് ക്യാൻസർ, പിന്നെ ബ്ലാഡറിൽ ഉണ്ടാകുന്ന ക്യാൻസറുകള്, കിഡ്നി സ്റ്റോണുകള്, പിന്നെ കൺജനിറ്റൽ അബ്നോർമാലിറ്റി എന്ന് വെച്ചാൽ ബൈ ബർത്തിലെ ഉണ്ടാകുന്ന യൂറിനറി ട്രാക്ട് സംബന്ധമായിട്ട് വരുന്ന അബ്നോർമാലിറ്റീസ്. ഓക്കെ, കൺജനിറ്റൽ എന്നാണ് പറയുക. കൺജനിറ്റൽ മീൻസ് ബൈ ബർത്തിലെ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസ്. പിന്നെ ട്രോമാറ്റിക് ഇഞ്ചുറി ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദ യൂറിനറി ട്രാക്ട് സിസ്റ്റം. യൂറിനറി ട്രാക്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗുരുതരമായിട്ടുള്ള പരിക്കുകള് അല്ലെങ്കിൽ മുറിവുകള് അല്ലെ, ഇങ്ങനെയുള്ള ചികിത്സകളൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് യൂറോളജി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ മനസ്സിലായല്ലോ? യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? അപ്പൊ ഓർത്ത് വയ്ക്കുക, സ്ത്രീകൾക്ക് ഗൈനക്കോളജി എന്ന് പറയുന്നത് പോലെ പുരുഷന്മാർക്ക് എന്താണ്? ആൻഡ്രോളജി. ഗൈനക്കോളജി ഡീൽസ് വിത്ത് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണെങ്കിൽ ആൻഡ്രോളജി ഡീൽസ് വിത്ത് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇതോടുകൂടിയിട്ട് നമ്മുടെ 24ഓളം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ എണ്ണി നോക്കി കഴിഞ്ഞാൽ 24 നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടല്ലോ? നമ്മൾ ഡിപ്പാർട്ട്മെന്റുകളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആദ്യം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിൽ നമ്മൾ ഇത്രയും പറഞ്ഞത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളാണ്. വിവിധ ടൈപ്പ് ഓഫ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. 24ഓളം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു,
ഇനി ചില ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അതിൽ വരുന്ന പ്രത്യേക ഓർഗൻസുകൾ മറ്റൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ചോദ്യം വരും. ചിലപ്പോൾ ഇന്നൊരു ഓർഗൻ തന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയേ. പ്ലാസ്റ്റിക് സർജറിയും യൂറോളജി ആൻഡ്രോളജി ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. യെസ്, അപ്പൊ നമ്മള് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഡിവിഷൻ നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇതാണ് സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഇതാണ് സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ പഠിച്ച മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പിന്തുണയും കൊടുക്കുന്ന ഒരു വിഭാഗമാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ 4 കാറ്റഗറി തിരിച്ച് പഠിക്കുന്നുണ്ടായി അല്ലെ. ഡയഗ്നോസ്റ്റിക്സ് വിഭാഗമുണ്ട്, ജനറലുണ്ട് അല്ലെ, അതുപോലെ IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം, അങ്ങനെ നമ്മൾ 4 കാറ്റഗറി ആയിട്ട് അതിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് പഠിക്കാനുള്ളത്. 24 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളും 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളും ആണ് ഇതിനകത്തൂടെ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഒന്ന് ക്ലിനിക്കൽ ലബോറട്ടറീസ്, എല്ലാവർക്കും അറിയാലോ. ലാബ് അല്ലെ, നമുക്കറിയാം ബ്ലഡ്, യൂറിൻ അല്ലെ, അങ്ങനെയുള്ള കഫം, മലം, മൂത്രം അല്ലെ, ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് രോഗനിർണയത്തിന് സഹായിക്കുന്ന വിഭാഗമാണ് ക്ലിനിക്കൽ ലബോറട്ടറീസ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ അതൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കാര്യം ഡോക്ടർമാരുടെ അസംഷൻ, അവരുടെ ഡയഗ്നോസിസിന് സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലാബുകളാണ് അല്ലെ. ഓക്കെ, ഇപ്പൊ ബ്ലഡ്, യൂറിൻ, സ്പ്യൂട്ടം ഇങ്ങനെയുള്ള എന്നിവയുടെ അത്തരത്തിലുള്ള ബയോളജിക്കൽ സ്പെസിമെൻസിന്റെ ഒക്കെ പരിശോധനയിലൂടെ രോഗനിർണയത്തിന് സഹായിക്കുന്ന വിഭാഗമാണ് ക്ലിനിക്കൽ ലബോറട്ടറി. നിങ്ങൾ ഇനി സെപ്പറേറ്റ് ആയിട്ട് ഇത് പഠിക്കും കേട്ടോ. ഈ പറയുന്ന എല്ലാം അത് നിങ്ങൾ സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് പഠിക്കും. ലബോറട്ടറി സർവീസ്, റേഡിയോളജി സർവീസ് ഒക്കെ നിങ്ങൾക്ക് പ്രത്യേകം പഠിക്കാനുണ്ട്. അടുത്തതാണ് റേഡിയോ ഡയഗ്നോസിസ് സർവീസസ് അഥവാ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ എക്സ്റേ, അതുപോലെ തന്നെ സ്കാനിങ് അല്ലെ, എന്നിവയിലൂടെ രോഗനിർണയത്തിന് സഹായിക്കുന്ന ചികിത്സാ വിഭാഗം എന്ത് പറയാം? റേഡിയോ ഡയഗ്നോസിസ് സർവീസ്. ഓക്കെ, തേർഡ് വൺ എന്താണ്? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അഥവാ CSSD. ഇതാണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് അഥവാ CSSD. എന്താണ് CSSDയുടെ ഫംഗ്ഷൻ? എന്താണ്? അതായത് നമ്മുടെ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന അല്ലെ ഉപകരണങ്ങളും മറ്റും അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? CSSD എന്ന് പറയുന്നത്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും മറ്റും അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്നതിനുള്ള വിഭാഗമാണ് CSSD. അടുത്തത് എന്താണ്? ഹോസ്പിറ്റൽ ഫാർമസി. ഫാർമസി എന്താണെന്ന് നമുക്ക് അറിയാലോ. എന്താണ്? നമ്മൾ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകള് കൃത്യസമയത്ത് നൽകുന്ന വിഭാഗമാരാണ്? അത് ഫാർമസിയാണ്. ഓക്കെ, വരുന്നത് ഏതാണ്? മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് അതായത് നമ്മൾ രോഗികളുടെ ചികിത്സാ വിവരങ്ങള് അല്ലെ, അവരുടെ ഫയലുകളും മറ്റും കൃത്യമായിട്ട് സൂക്ഷിക്കുന്ന വിഭാഗമാണ് മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. രോഗികളുടെ ചികിത്സാ വിവരങ്ങളും അവരുടെ ഫയലുകളും ഒക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുന്ന വിഭാഗമാണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് എന്താണ്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഹൗസ് കീപ്പിംഗ് എന്താണ് അവരുടെ ഫംഗ്ഷൻ എന്നറിയോ? അതായത് നമ്മുടെ ആശുപത്രിയും പരിസരവും ഒക്കെ വൃത്തിയും വെടുപ്പുമുള്ളതാക്കി സൂക്ഷിക്കുന്ന വിഭാഗമാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്? നമ്മുടെ ആശുപത്രിയും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വിഭാഗമാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ആശുപത്രിയിലെ റൂമുകള്, വാർഡുകള് ഒക്കെ ബാത്റൂംസും മറ്റൊക്കെ ക്ലീൻ ചെയ്തും അവിടെയൊക്കെ തുടച്ചും അടിച്ചും വൃത്തിയാക്കി കൊടുക്കുന്ന വിഭാഗം ഉണ്ടല്ലോ, അതാണ് എന്ത്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്.
അടുത്തതാണ് ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ്. എല്ലാവർക്കും അറിയാം അല്ലെ, ഡയറ്ററി സേവനങ്ങളാണ് കൊടുക്കുന്നത് അല്ലെ. അത് രോഗികൾക്ക് മാത്രമല്ല മറ്റ് മെഡിക്കൽ ജീവനക്കാർക്കും അല്ലെ അവർക്ക് വേണ്ട പോഷകാഹാരങ്ങള് ലഭ്യമാക്കുന്ന വിഭാഗമാണ് ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ക്യാൻറ്റീൻ അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. ക്യാൻറ്റീൻ ആശുപത്രിക്ക് പുറത്തായിരിക്കും, അത് കോൺട്രാക്ട് ബേസിലൊക്കെ എടുക്കുന്നതാണ് ക്യാൻറ്റീൻ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അതൊരു ഹോസ്പിറ്റലിലെ തന്നെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മളത് വേറെ ചാപ്റ്റർ പഠിക്കുന്നുണ്ട് കേട്ടോ. ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്? രോഗികൾക്കും അവിടുത്തെ മെഡിക്കൽ ജീവനക്കാർക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരവും മറ്റും ലഭ്യമാക്കുന്ന വിഭാഗമാണ് ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് ഏതാണ്? IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്സുകളും മറ്റ് ആശയവിനിമയ സാങ്കേതിക വിദ്യകളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. പണ്ടത്തെ പോലെ അല്ലല്ലോ. പണ്ടെന്നൊക്കെ പറയുമ്പോൾ എല്ലാം പേപ്പർ വർക്കുകളായിട്ടാ ചെയ്തിട്ട് അങ്ങനെയാണോ? അല്ല, എല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഏത് ചെറിയ ഹോസ്പിറ്റലിൽ പോയാൽ പോലും എല്ലാ കാര്യങ്ങളും സിസ്റ്റം വൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ വഴിയായിട്ടാണ് നമ്മളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഈ പറയുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്സുകള് മറ്റ് ആശയവിനിമയ സംവിധാനങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ എന്താണ്? മെഡിക്കൽ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ട മാനസികമായിട്ടും സാമൂഹികമായിട്ടും പിന്തുണ നൽകുന്ന വിഭാഗമാണിത് മെഡിക്കൽ സോഷ്യൽ സർവീസ് വിഭാഗം അല്ലെ. രോഗാവസ്ഥകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അല്ലെ അവർക്ക് രോഗികൾക്കായി കഴിഞ്ഞാലും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവർക്ക് വേണ്ട മാനസികവും സാമൂഹികവുമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്ന വിഭാഗമാണ് മെഡിക്കൽ സോഷ്യൽ സർവീസ്. അടുത്തത് എന്താണ്? ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പി അറിയാലോ, എന്താണ്? ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വ്യായാമങ്ങളിലൂടെയും മറ്റും അവരുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു വിഭാഗമാണ് ഫിസിയോതെറാപ്പി അല്ലെ. പ്രത്യേകിച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള രോഗികൾക്ക് അല്ലെ അവർക്ക് ഇങ്ങനെയൊക്കെയാണ് വ്യായാമങ്ങളിലൂടെ മറ്റു പല മാർഗങ്ങളിലൂടെയൊക്കെ എന്താണ് അവരുടെ ശരീര ചലനങ്ങൾ വീണ്ടെടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു വിഭാഗമാണ് ഫിസിയോതെറാപ്പി. അടുത്തതേതാണ്? മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ആശുപത്രിയിലെ യന്ത്രങ്ങളും അതുപോലെ ആശുപത്രിയിലെ തകരാറുകളും മറ്റും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഭാഗമാണ് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയർ. ആശുപത്രിയിലെ യന്ത്രങ്ങൾ മാത്രമല്ല, നമ്മുടെ ആശുപത്രി കെട്ടിടവും നമ്മുടെ ആശുപത്രിയിലുള്ള എല്ലാ അവിടുത്തെ ഫെസിലിറ്റികളും അല്ലെ അതിന്റെ തകരാറുകളും മറ്റും പരിഹരിക്കുന്ന വിഭാഗമാണ് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എന്താണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓർത്തു വെക്കുക കേട്ടോ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ വിൽക്കുന്നതും നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള വിഭാഗമാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റൊരു പേരാണിത് മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ വാങ്ങുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നോട് മാത്രം കേട്ടോ. അപ്പൊ ഒരു 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട്. ഓക്കെ ആണോ? നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ജസ്റ്റ് ഞാനൊരു ഐഡിയ തന്നു, ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് അറിയാലോ, എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. നമുക്ക് ഓരോന്നും എന്താ നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ക്ലിനിക്കൽ ലബോറട്ടറി ആണ് കേട്ടോ. ക്ലിനിക്കൽ ലബോറട്ടറിയിൽ എന്താ പറയുന്നത്? The primary function of a clinical laboratory is to perform the lab testing the 6 main fields of bacteriology, biochemistry, histology, serology, hematology and cytology. Okay. അപ്പോ ഒരു ലാബ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ ബ്ലഡ് യൂറിനും അല്ലെ സ്പ്യൂട്ടം ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന രോഗനിർണയത്തിന് നമുക്കറിയാം. ഈ പറയുന്ന ലബോറട്ടറി ആണെങ്കിലും റേഡിയോളജി ആണെങ്കിലും ഏത് വിഭാഗത്തിലാണ് വരുന്നത്? ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിലാണ് വരുന്നത് അല്ലെ. രോഗനിർണയ വിഭാഗത്തിൽ വരുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് ക്ലിനിക്കൽ ലബോറട്ടറീസും അതുപോലെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പോ ഒരു ലാബിന്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ഇനി പറയുന്ന 6 മേഖലകളിലെ പരിശോധനകൾ നടത്തുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ് 6 ഫീൽഡുകൾ? ഏതൊക്കെയാണെന്ന് അറിയാമോ? ഫസ്റ്റ് വൺ ബാക്ടീരിയോളജി. ബാക്ടീരിയോളജി എന്താണ്? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ
ബാക്ടീരിയയെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ. ബാക്ടീരിയകളെ കുറിച്ചുള്ള പഠനവും പരിശോധനയുമാണ് ബാക്ടീരിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് അല്ലെ. ബാക്ടീരിയോളജി. ഓക്കെ, രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയകളെ കണ്ടെത്തി അല്ലെ അങ്ങനെ രോഗനിർണയം നടത്തുക, ബാക്ടീരിയോളജി. അതുപോലെ അടുത്തതാണ് എന്ത്, ബയോകെമിസ്ട്രി അല്ലെ. ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള രാസഘടകങ്ങളെ കുറിച്ചുള്ള പഠനം. പ്രത്യേകിച്ച് നമ്മൾ ഈ ഷുഗർ, കൊളസ്ട്രോള്, അതുപോലെ നമ്മുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നില്ലേ. അതൊക്കെ ഏത് വിഭാഗത്തിലാണ് വരുന്നത്? ബയോകെമിസ്ട്രി വിഭാഗത്തിലാണ് വരുന്നത് കേട്ടോ. നമ്മുടെ ശരീരത്തിനുള്ളിലെ രാസഘടകങ്ങളെ കുറിച്ചുള്ള ആ ഒരു പഠനം, പരിശോധനയാണ് കേട്ടോ. ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, LFT അല്ലെ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ബയോകെമിസ്ട്രിക്കകത്താണ് വരുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അപ്പൊ ബയോകെമിസ്ട്രി കഴിഞ്ഞു. അടുത്തതാണ് ഹിസ്റ്റോളജി. എന്താണ് ഹിസ്റ്റോളജി എന്ന് പറയുമ്പോ? ഹിസ്റ്റോളജി എന്തായിരിക്കും? വല്ല ഐഡിയ ഉണ്ടോ? ഹിസ്റ്റോളജി ഇതിനെ പറ്റിയുള്ള പരിശോധനയും പഠനമാണെന്ന് അറിയോ? ഹിസ്റ്റോളജി അറിയില്ലെങ്കിൽ എഴുതി വെക്കാം. ടിഷ്യൂസ് ആണ് കേട്ടോ. കോശങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്ന കലകള്, ടിഷ്യൂസിനെ പറ്റിയുള്ള ഈ ടിഷ്യൂസിനെ കുറിച്ചുള്ള പഠനവും പരിശോധനയുമാണ് ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ജീവന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞ സെല്ലുകളാണ്, കോശങ്ങളാണ് അല്ലെ. ഈ കോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്, ടിഷ്യൂസ്, കലകൾ എന്ന് പറയും അല്ലെ. സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ടിഷ്യൂസിനെ കുറിച്ചുള്ള പഠനമാണ്, പരിശോധനയാണ് ഹിസ്റ്റോളജി. എവിടെ നമ്മളത് പരിശോധിക്കാൻ അറിയോ? പൊതുവെ നമ്മൾ ക്യാൻസറിന്റെ ഒക്കെ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അതായത് ക്യാൻസർ ചികിത്സയുടെ ഭാഗമായിട്ട്, ക്യാൻസറിന്റെ രോഗനിർണയത്തിന്റെ ഭാഗമായിട്ട് ഹിസ്റ്റോളജി നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്തതാണ് സെറോളജി. എന്താണ് സെറോളജി? എന്താണ് സെറോളജി എന്ന് പറയുമ്പോൾ തന്നെ സെറം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്ലഡ് സെറം അല്ലെ. എന്താണ് സെറം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബ്ലഡിലെ സെറം മീൻസ് നമ്മുടെ ബ്ലഡിലെ എന്താണ് ഒരു ദ്രാവക ഭാഗമാണ്. അപ്പൊ അതിപ്പോ ഒരു കൺഫ്യൂഷൻ തോന്നുന്നത് പ്ലാസ്മയല്ലേ. പ്ലാസ്മയെ പ്ലാസ്മയും സെറവും വ്യത്യാസമുണ്ട് കേട്ടോ. പ്ലാസ്മയും സെറവും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരിക്കും സെറം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് അത് പൂർണ്ണമായിട്ട് കട്ട പിടിച്ചതിന് ശേഷം അതിൽ നിന്ന് തെളിഞ്ഞു വരുന്ന ഒരു ദ്രാവകമുണ്ട്. അതാണ് എന്ത് സെറം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ബ്ലഡ് എടുത്ത് എന്തായാലും ബ്ലഡ് ഒരു 3 to 5 മിനിറ്റ്സിനുള്ളിൽ ബ്ലഡ് എന്തായാലും ക്ലോട്ട് ആവും അല്ലെ. അതെ, അപ്പൊ ഈ ബ്ലഡ് പൂർണ്ണമായിട്ട് കട്ട പിടിച്ചതിന് ശേഷം അതിൽ നിന്ന് തെളിഞ്ഞു വരുന്ന ഒരു ദ്രാവകമാണ് സെറം എന്ന് പറയുന്നത്. ഈ സെറത്തിനകത്തൊക്കെ നമ്മൾ ആന്റിബോഡികളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പരിശോധിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ പറയാം കോവിഡ് ഒക്കെ വന്ന സമയത്ത് അല്ലെ, ആന്റിബോഡി, കോവിഡ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ആന്റിബോഡികൾ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടും. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിൽ ചില സ്പെഷ്യൽ ആന്റിബോഡീസുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ കയറിയിട്ടുണ്ട്. ആ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ആന്റിബോഡികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ ആന്റിബോഡീസുകളുടെയൊക്കെ സാന്നിധ്യവും മറ്റും തിരിച്ചറിയുന്നതിന് വേണ്ടി സെറം ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഓക്കെ, അപ്പൊ സെറോളജി എന്ന് പറയുമ്പോൾ ബ്ലഡിലെ സെറം, അതുപോലെ രോഗപ്രതിരോധ ശേഷി എന്നിവയൊക്കെ പരിശോധിക്കുന്നതാണ് സെറോളജി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹെമറ്റോളജി. ഹെമറ്റോളജി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹെമറ്റോളജി ബ്ലഡ് അല്ലെ, ബ്ലഡും ബ്ലഡ് ഡിസോർഡേഴ്സിനെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. ലാസ്റ്റ് സൈറ്റോളജി. സൈറ്റോളജി എന്താണ്? സൈറ്റോളജി സെല്ലാണ്. അത് തന്നെ, സെല്ല്. നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ജീവന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. ആ സെല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. പ്രത്യേകിച്ച് ഇതുപോലെ തന്നെ ക്യാൻസർ രോഗനിർണയത്തിന്റെ ഭാഗമായിട്ട് നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോശങ്ങൾ മറ്റും പരിശോധിച്ച് അബ്നോർമൽ ആയിട്ടുള്ള ഒരു സെൽ ഗ്രോത്ത് ആണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ ക്യാൻസർ രോഗനിർണയത്തിനൊക്കെ നമ്മൾ സൈറ്റോളജി ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോ നമ്മുടെ ലാബിന്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ഈ ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സൈറ്റോളജി, സെറോളജി, ഹെമറ്റോളജി ഇങ്ങനെയുള്ള 6 വിഭാഗങ്ങളിലെ പരിശോധന നടത്തുക എന്നുള്ളതാണ് ലബോറട്ടറിയുടെ ചുമതല എന്ന് പറയുന്നത്. ഇനി ലബോറട്ടറി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ. അസ് മെഡിക്കൽ സ്റ്റാഫ്
in making and confirming diagnosis in the treatment and prevention of disease. അതായത് രോഗനിർണയം നടത്താനും രോഗം വരാതെ തടയുന്നതിനുമായിട്ടുള്ള എന്താണ് ചികിത്സകൾ അല്ലെ, രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ ജീവനക്കാരെ സഹായിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട പിന്തുണ നൽകുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ക്ലിനിക്കൽ ലബോറട്ടറീസ് ഒക്കെയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ എല്ലാവർക്കും? അതൊരു ഡയഗ്നോസ്റ്റിക് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം എക്സ്റേ, സ്കാനിങ് ഇങ്ങനെയുള്ള അല്ലെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ചികിത്സ രോഗനിർണയത്തിന് സഹായിക്കുന്ന വിഭാഗമാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നോക്കാം, the main function of this department is to assist the physician in the diagnosis and treatment of a patient's disease by the use of radiography, fluoroscopy, radioisotopes and high voltage acceleration. അപ്പോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയോഗ്രഫി. റേഡിയോഗ്രഫി എന്ന് പറഞ്ഞാൽ വേറൊരു എക്സ്റേ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്സ്റേസ്, അതുപോലെ ഫ്ലൂറോസ്കോപ്പി, റേഡിയോ ഐസോടോപ്സ്, ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ അല്ലെ എന്നിവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രോഗിയെ രോഗനിർണയം നടത്തുന്നതിനും ചികിത്സിക്കുന്നതിനും ഡോക്ടർമാരിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ചുമതലയാണ് ആർക്കുള്ളത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് ഉള്ളത്. അവരും ഒരു ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. റേഡിയോഗ്രഫി എന്താണെന്ന് നിങ്ങൾക്കറിയാം, എക്സ്റേ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി അധികം പരിചയമില്ലാത്ത ഒന്നാണ് ഫ്ലൂറോസ്കോപ്പി. എന്താണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? റേഡിയോഗ്രഫി അറിയാം, എക്സ്റേ ആണ്. വാട്ട് ഈസ് മീൻ ബൈ ഫ്ലൂറോസ്കോപ്പി? ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ തത്സമയ എക്സ്റേ പരിശോധനയാണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്. ലൈവ് ആയിട്ടുള്ള എക്സ്റേ പരിശോധനയാണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ എക്സ്റേ എടുക്കുമ്പോൾ നമുക്കൊരു സ്റ്റിൽ ഫോട്ടോ അല്ലേ കിട്ടുന്നത്? സ്റ്റിൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കിട്ടുന്നത്. പക്ഷേ ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു സീരീസ് ഓഫ് എക്സ്റേസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു കൂട്ടം എക്സ്റേകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തത്സമയം ലൈവായിട്ട് നമ്മള് ആ ഒരു ശരീരത്തിനുള്ളിലെ ചലനങ്ങളും മറ്റുമൊക്കെ പരിശോധിക്കുന്നതിനാണ് ഫ്ലൂറോസ്കോപ്പി ഉപയോഗിക്കുന്നത്. വ്യത്യാസം മനസ്സിലാക്കാം കേട്ടോ. എക്സ്റേ റേഡിയോഗ്രഫി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റിൽ ഫോട്ടോ, എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് ഒരു സ്റ്റിൽ ഫോട്ടോ ഇല്ല കിട്ടുന്നത്, ഫോട്ടോ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്, സ്റ്റിൽ ഫോട്ടോ. പക്ഷെ ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത് നമുക്ക് തത്സമയം ലൈവായിട്ട് എന്താണ് നമുക്ക് എക്സ്റേ നമുക്ക് പരിശോധിക്കാൻ സാധിക്കുകയാണ്. ദാറ്റ് മീൻസ് നമുക്ക് ആ ശരീരത്തിനുള്ളിലുള്ള ആ ഒരു ചലനങ്ങളും ഭാഗങ്ങളും ഒക്കെ എക്സ്റേസ് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണ്? ഒരു സീരീസ് ഓഫ് എക്സ്റേസ് ഉപയോഗിച്ചിട്ട് ഒരു മൂവിംഗ് ആയിട്ട് ഒരു തത്സമയം നമ്മളെ ശരീരത്തിനുള്ളിൽ ഭാഗങ്ങളൊക്കെ തത്സമയം നമുക്ക് പരിശോധിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഫ്ലൂറോസ്കോപ്പി. അവിടെ എക്സ്റേ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു സീരീസ് ഓഫ് എക്സ്റേസ് ഉപയോഗിച്ചുള്ള ഒരു വീഡിയോ പോലെ തത്സമയം നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത് കേട്ടോ. റേഡിയോ ഐസോടോപ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓൾറെഡി ഡിസ്കസ് ന്യൂക്ലിയർ മെഡിസിൻ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. റേഡിയോ ഐസോടോപ്സ് പഠിച്ചിട്ടില്ല. പ്രത്യേകിച്ച് എന്താണ് റേഡിയേഷൻസിനെയൊക്കെ പുറത്ത് എന്താണ് എമിറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള പദാർത്ഥങ്ങള്, അത്തരം റേഡിയോ ഐസോടോപ്സുകൾ നമ്മൾ പല ചികിത്സകൾക്ക് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. തൈറോയ്ഡ് ക്യാൻസർ, തൈറോയ്ഡ് സംബന്ധമായ ഇഷ്യൂസിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? റേഡിയോ ഐസോടോപ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ. ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ പറഞ്ഞാൽ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വൈദ്യുതോർജ്ജം ഉപയോഗിച്ചിട്ട്, അത് ഹൈ വോൾട്ടേജിലുള്ള വൈദ്യുതോർജ്ജമാണ് കേട്ടോ. ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വളരെ വേഗത്തിൽ ഇലക്ട്രോണുകൾ എന്താണ് പായിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയുക സാങ്കേതിക വിദ്യയാണ് ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസറിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് റേഡിയേഷൻ ഒക്കെ നമ്മൾ കൊടുക്കില്ലേ, റേഡിയേഷൻ ചികിത്സകളൊക്കെ കൊടുക്കുന്നതാണ് ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അവിടെ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇലക്ട്രോൺസുകൾ നമ്മൾ ആ ഒരു ക്യാൻസറിന്റെ കോശങ്ങളെയൊക്കെ മറ്റു നശിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഈ ക്യാൻസറിലൊക്കെ നമ്മൾ ചികിത്സയുടെ റേഡിയേഷൻ ഒക്കെ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ. ഇതൊക്കെ ഇതിൽ വരുന്നതാണ് റേഡിയോളജി സർവീസസിനായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി നോക്കുക, ദ വാരിയസ് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് ആണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാ. എക്സ്റേ മെഷീൻ, അതെ, എക്സ്റേ എടുക്കാൻ എക്സ്റേ മെഷീൻ. അതുപോലെ CT സ്കാൻ മെഷീൻ. എന്താണ് CTയുടെ ഫുൾ ഫോം അറിയോ? കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി എന്നാണ് കേട്ടോ. എഴുതി വെക്കണേ, വീണ്ടും പഠിക്കും എങ്കിലും ഇവിടെ തന്നെ പഠിക്കാം.
കമ്പ്യൂട്ടഡ്, കമ്പ്യൂട്ടർ എന്നല്ല പറയാം, കമ്പ്യൂട്ടഡ് എന്നാണ് കേട്ടോ. COMPUTED, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി. എന്താണ് ടോമോഗ്രഫി? TOMOGRAPHY എന്നാണ് CT. കമ്പ്യൂട്ടർ ടോമോഗ്രഫി, CT സ്കാൻ മെഷീൻ. ഓക്കെ, അവിടെ നമ്മൾ എക്സ്റേ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എക്സ്റേസുകൾ റേസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയേഷൻ ആയിട്ട് എക്സ്റേഡിയേഷൻ, എക്സ്റേ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ എന്താണ് ശരീര ഭാഗങ്ങളുടെയൊക്കെ ആ ഒരു ഇമേജ് എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന CT സ്കാൻ മെഷീൻ. അതുപോലെ MRI മെഷീൻ. MRIന്റെ ഫുൾ ഫോം എന്താ അറിയോ? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ് കേട്ടോ. എഴുതിയെടുക്കണേ. മാഗ്നറ്റിക് MAGNENTIS മാഗ്നറ്റിക് റെസൊണൻസ് RESONANC റെസൊണൻസ് ഇമേജിംഗ് IMAGING മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അല്ലേ? MRI സ്കാനിങ്, MRI സ്കാൻ ചെയ്യുന്ന MRI മെഷീൻ. അതുപോലെ അടുത്തതാണ് എക്കോ കാർഡിയോഗ്രാം. എക്കോ എന്ന് പറയും കേട്ടോ. എക്കോ കാർഡിയോഗ്രാം എന്തിന്റെ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്നേ? എക്കോ കാർഡിയോ, പേരിൽ തന്നെ കിട്ടും നമുക്ക്. കാർഡിയോ എന്നൊക്കെ കേൾക്കുമ്പോ എക്കോ കാർഡിയോഗ്രാം എന്തിന്റെ പരിശോധനയ്ക്കാണ് ഉപയോഗിക്കുന്നത്? എന്തിന്റെ പരിശോധനയ്ക്ക്? ഹാർട്ട്. അതെ, ഹാർട്ടിന്റെയാണ് അല്ലെ. ECG അല്ല കേട്ടോ, അതിനകത്തെ ECG അല്ല, ECG വേറെയാണ് കേട്ടോ. എക്കോ എന്ന് പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ, എക്കോ ഞാൻ നോർമലി ചോദിക്കുകയാണ്, എക്കോ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ എക്കോ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്? എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് ആലോചിച്ചേ. എക്കോ പൊതുവെ നമ്മൾ എക്കോ എന്ന് കേൾക്കുമ്പോ സൗണ്ട് അല്ലെ? അത് തന്നെ സൗണ്ട് വേവ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. എന്താണ് ഉപയോഗിക്കുന്നത്? സൗണ്ട് വേവ്സ്. പലർക്കും മാറിപ്പോകും, ECG എക്കോ ഒക്കെ മാറിപ്പോകും. ഓക്കെ, എക്കോ എന്ന് കേൾക്കുമ്പോ എക്കോ നമ്മൾ പൊതുവെ സൗണ്ടിന് വെച്ചിട്ടല്ലേ പറയാ. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്നത് അൾട്രാസൗണ്ട് വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ സൗണ്ട് വേവ്സ് നമ്മുടെ ഹൃദയത്തിനുള്ളിലോട്ട് കടത്തിവിട്ടിട്ട് അപ്പൊ അതിൽ നിന്ന് പ്രതിധ്വനിച്ചു വരുന്ന, റിഫ്ലക്ട് ചെയ്ത് വരുന്ന ആ വേവ്സിനെ നമ്മള് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഓക്കെ, അതാണ് എക്കോ കാർഡിയോഗ്രഫി. എക്കോ ഹൃദയ പരിശോധനയാണ് നമ്മൾ നടത്തുന്നത് കേട്ടോ. അപ്പൊ ഹാർട്ടിലോട്ട് അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ച് നമ്മൾ ഹാർട്ടിലേക്ക് കടത്തി വിടുന്നു. അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്ന അത് നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹൃദയത്തിന്റെ ആ ഒരു പ്രത്യേകിച്ച് രക്തക്കൊഴുകുകളും അല്ലെ, ഹൃദയത്തിന്റെ വാൽവുകളും പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എക്കോ. ECG അതല്ല. ECG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ റെക്കോർഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ECG എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സൗണ്ട് വേവ്സ് ആണ്. എക്കോ എന്ന് കേട്ടാൽ നിങ്ങൾ സൗണ്ട് ആയിട്ട് ചിന്തിക്കാം. അവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? അൾട്രാസൗണ്ട് വേവ്സ് ആണ് ഉപയോഗിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ പരിശോധന നടത്തുന്നതാണ് എക്കോ കാർഡിയോഗ്രാം അഥവാ എക്കോ എന്ന് നമുക്ക് സിംപ്ലി പറയാം. ഓക്കെ, ഈ വാർത്ത കേട്ടോ. അടുത്തതാണ് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ. കണ്ടോ, അൾട്രാസൗണ്ട് എക്കോ പോലെ തന്നെയാണ് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ. കളർ ഡോപ്ലർ എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, കളേർഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ ഹാർട്ടിനകത്തുള്ള ആ ഒരു ബ്ലഡിന്റെ ഒഴുക്ക് ഒക്കെ, അതായത് ആ വെയിനും ആർട്ടറിയും അതൊക്കെ നമുക്ക് കളേർഡ് ആയിട്ട് കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ. അതാണ് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറയുന്നത് കേട്ടോ. അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറയുമ്പോൾ കളേർഡ് ആയിട്ട് കാണാം. നമുക്ക് ആ ഒരു വെയിനും ആർട്ടറിയിലൂടെ ബ്ലഡിന്റെ ഫ്ലോയും മറ്റും കളേർഡ് ആയിട്ട് നമുക്ക് ആ മൂവ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കാം? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ. എക്സ്റേ മെഷീൻ ആയിക്കോട്ടെ, CT സ്കാൻ മെഷീൻ, MRI മെഷീൻ, എക്കോ കാർഡിയോഗ്രാം, അതുപോലെ അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ, ഇതെല്ലാം തന്നെ റേഡിയോഗ്രഫി അഥവാ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് CSFT. എന്താണ് നോക്കിയേ? ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇസ് ഇൻ ചാർജ് ഓഫ് കീപ്പിംഗ് ഓൾ ദ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽ ക്ലീൻ ആൻഡ് സ്റ്റെറിലൈസ്ഡ് ടു അവോയ്ഡ് ദ സ്പ്രെഡിംഗ് ഓഫ് ഇൻഫെക്ഷൻ ത്രൂ ഔട്ട് ദ ഹോസ്പിറ്റൽ. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലുടനീളം ഇത്തരത്തിലുള്ള അണുബാധകളുടെ വ്യാപനം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആശുപത്രിയിലെ ഉപകരണങ്ങളും മറ്റും വൃത്തിയും വെടുപ്പുമുള്ളതായിട്ട് അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്നതിന് സഹായിക്കുന്ന വിഭാഗമാണ് CSFT എന്ന് പറയുന്നത്. അഥവാ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. They follow a strict procedure for sterilizing medical and surgical instruments. അപ്പൊ ഇങ്ങനെയുള്ള മെഡിക്കൽ സർജിക്കൽ ഉപകരണങ്ങളൊക്കെ അണുവിമുക്തമാക്കുന്നതിന് ഇവര് എന്താണ് കർശനമായിട്ടുള്ള ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ അവര് ഫോളോ ചെയ്യുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് അവരവിടെ സ്റ്റെറിലൈസേഷൻ മറ്റുമൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്തതാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്.
housekeeping department. This department takes the charge of keeping the hospital clean and neat. നമ്മുടെ ആശുപത്രിയിൽ പരിസരവും മറ്റും വൃത്തിയും വെടിപ്പുമുള്ളതാക്കി സൂക്ഷിക്കുന്നതിന് എന്താണ് ചുമതലയുള്ള വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്തൊക്കെ ജോലികളാണ് അവര്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് അവർ ചെയ്യുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് ഡൂയിങ് ദ ലോണ്ടറി ആൻഡ് ക്ലീനിങ് ഓൾ ദ റൂംസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അല്ലെ, അത് അവരെന്ത് ചെയ്യുന്ന ആശുപത്രിയിലെ തുണികള് തുണികൾ അവര് വൃത്തിയാക്കുന്നു ആൻഡ് ക്ലീനിങ് ഓൾ ദ റൂംസ് ഓഫ് ദ ഹോസ്പിറ്റലിലെ എല്ലാ റൂമുകളും അവര് ക്ലീൻ ചെയ്യുന്നു. ആൻഡ് ഇഫക്റ്റീവ്ലി ഡിസ്പോസിംഗ് ഓഫ് മെഡിക്കൽ വേസ്റ്റ് അക്കോർഡിംഗ് ടു സ്ട്രിക്റ്റ് ഹോസ്പിറ്റൽ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രിയിലെ കർശനമായിട്ടുള്ള ചട്ടങ്ങൾക്കനുസൃതമായിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് ആശുപത്രി മാലിന്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, സംസ്കരിക്കുന്നു. ഇതൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയാണ്? ഹൗസ് കീപ്പിംഗ് ആണ്. ലോണ്ടറി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആശുപത്രിയിലെ തുണികൾ, ആശുപത്രിക്ക് ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകള്, പില്ലോ കവേഴ്സ്, രോഗികൾക്ക് വലിയ ആശുപത്രിയിലെ രോഗികൾക്ക് അവർ ഡ്രസ്സ് കൊടുക്കും. അല്ലെ, അപ്പൊ അങ്ങനെയുള്ള തുണികളും മറ്റും കലക്കുന്നതും വൃത്തിയാക്കുന്നതും, പിന്നെ ഹോസ്പിറ്റലിലെ എല്ലാ റൂമുകള്, മിക്സ് ബാത്റൂംസ്, ടോയ്ലറ്റ്സ്, ഹോസ്പിറ്റലിന്റെ മറ്റു വരാന്തകളും എപ്പോഴും കണ്ടിട്ടുണ്ട്. എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണാം. അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ്? അപവാദ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെ, അതുപോലെ നമ്മുടെ ആശുപത്രിയിലെ മെഡിക്കൽ മാലിന്യങ്ങളെ കർശനമായിട്ടുള്ള ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ട് കൃത്യമായിട്ട് സംസ്കരിക്കുന്നതിലും ഡിസ്പോസ് ചെയ്യുന്നതിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്. അടുത്തതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഓർ കേറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ്. അല്ലെ, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനും നമുക്കറിയാം. അല്ലെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് ഫുഡ് സർവീസസ് to inpatients and their families and staff of hospital based on a nutritional menu provided by the nutrition department. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലുടനീളമുള്ള രോഗികൾക്കും മറ്റ് മെഡിക്കൽ ജീവനക്കാർക്കും ഒരു കൃത്യമായ ന്യൂട്രീഷണൽ മെനു അനുസരിച്ചുകൊണ്ട് പോഷകാഹാരങ്ങളെ ലഭ്യമാക്കുന്ന വിഭാഗം നമുക്ക് എന്ത് പറയാം? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന വ്യക്തിയാണ് അവര് ഡയറ്റീഷ്യൻ. അല്ലെ, അവരുടെ ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കിയേ, അല്ലേ, അപ്പൊ നോക്കുക, ഡയറ്റീഷ്യൻ അല്ലെ, ഡയറ്റീഷ്യൻ ഈസ് എ മെമ്പർ ഓഫ് ദ ഹെൽത്ത് ടീം ആൻഡ് വർക്ക്സ് ക്ലോസ്ലി വിത്ത് ദ നഴ്സിംഗ് സർവീസസ് പേഴ്സണൽസ് in meeting the patient's nutritional needs and in teaching. എന്താണ് അവിടെ പറയുന്ന കാര്യം? അതായത് ഒരു ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ട ചുമതല ആർക്കാണ്? ഡയറ്റീഷ്യൻ ആണ്. അല്ലെ, അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗികളുടെ പോഷകാഹാര ആവശ്യകതകളെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ടും അതുപോലെ പോഷകാഹാര സംബന്ധമായിട്ടുള്ള ഒരു ടീച്ചിങ് അല്ലെ, അവർക്ക് വേണ്ട ആ ഒരു ധാരണയും അവബോധമൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് നഴ്സിംഗ് സ്റ്റാഫുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, the dietitian is a member of the health team and works closely with the nursing services personnel in meeting the patient's nutritional needs and teaching. അല്ലെ, രോഗികൾക്ക് അവരുടെ പോഷകാഹാര ആവശ്യകതകൾ അനുസരിച്ച് എല്ലാ രോഗികൾക്കും ഒരേപോലെയുള്ള ഫുഡാണോ കൊടുക്കുക? അല്ല, ഓരോരുത്തർക്കും ഓരോ അവരുടെ മെഡിക്കൽ കണ്ടീഷൻസ് അനുസരിച്ച് കൊണ്ടുള്ള ഫുഡുകളാണ് അവർക്ക് കൊടുക്കുന്നത്. ഒരു കാർഡിയോളജി കാർഡിയാക് ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഫുഡ് ആയിരിക്കില്ല നമ്മളൊരു കിഡ്നി പേഷ്യന്റിന് കൊടുക്കുന്നുണ്ടാവാം. എല്ലാവർക്കും അവരുടെ പോഷകാഹാര ആവശ്യകതകൾ അനുസരിച്ചുകൊണ്ട് അതിനനുസരിച്ചും അതുപോലെ അവർക്ക് ആ ഒരു എന്താ പറയാ ഭക്ഷണക്രമത്തെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ നൽകിക്കൊണ്ട് അതിന് വേണ്ടിയിട്ട് ആ രീതിയിൽ ഭക്ഷണ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഡയറ്റീഷ്യൻ നഴ്സിംഗ് സ്റ്റാഫുകളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത്. ശരിക്കും ഒരു ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. ശരിക്കും ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. ഓക്കെ, പിന്നെ എന്താണ്? ഹി ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഓർഡറിംഗ് ഓഫ് സപ്ലൈസ്. അതുപോലെ നമ്മുടെ ആശുപത്രിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങള് ഓർഡർ കൊടുക്കുന്നതും അതുപോലെ തന്നെ സൂപ്പർവിഷൻ ഓഫ് ഓൾ ദ സ്റ്റാഫ് എൻഗേജ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ആൻഡ് ഡെലിവറി ഓഫ് ഫുഡ്. അല്ലെ, ഭക്ഷണം തയ്യാറാക്കുന്നതിലും ഭക്ഷണം വിതരണം ചെയ്യുന്നതിലും ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണ്? ഡയറ്റീഷ്യൻ ആണ്. സോ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് ഇസ് എ പാർട്ട് ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽ ടീം.
ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ടീമിന്റെ ഭാഗം തന്നെയാണ് ആര് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ അതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്. അറിയാം, രോഗികൾക്ക് മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾക്കും അവർക്ക് വേണ്ട മാനസികവും സാമൂഹികവുമായിട്ടുള്ള ഒരു പിന്തുണ നൽകുന്ന വിഭാഗമാണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, this department managed with the medical social workers helps patients and their families deal with a broad range of psychosocial issues and stresses related to coping with illness and maintaining health. അല്ലേ? അതെ, അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് അവര് രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുണ്ടാകുന്ന ഉത്കണ്ഠകള് അല്ലെങ്കിൽ ആശങ്കകള് അല്ലെ, അതിനെയൊക്കെ പരിഹരിക്കാനും നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുന്നത്, പ്രത്യേകിച്ച് മാനസികമായിട്ടും സാമൂഹികവുമായിട്ടും പിന്തുണ കൊടുക്കുന്ന ഒരു വിഭാഗമാണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. Okay, this department addresses the challenges families face. ഓക്കെ, അപ്പൊ അവര് ആ ഒരു രോഗിയുടെ കുടുംബാംഗങ്ങള് അവര് അഭിമുഖീകരിക്കുന്ന എല്ലാ വിധത്തിലുള്ള വെല്ലുവിളികളും അവര് എന്ത് ചെയ്യുന്നുണ്ട്? പരിഹരിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇൻക്രീസ് ആക്സസിബിലിറ്റി ടു ഹെൽത്ത് കെയർ, എല്ലാ ആളുകൾക്കും നല്ലൊരു പരിചരണം ആക്സസിബിൾ ആക്കി കൊടുക്കുന്നു അല്ലെ, ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ serve as a bridge between the doctors and the individual, family and community. അതുപോലെ ഡോക്ടേഴ്സ്, ആളുകള്, അവരുടെ കുടുംബം, അവരുടെ സമൂഹം എന്നിവയുമായിട്ട് അവർക്കിടയിൽ ഒരു പാലമായിട്ട് ഒരു ബ്രിഡ്ജ് ആയിട്ട് പ്രവർത്തിക്കുന്നതിനും ആര് സഹായിക്കുന്നുണ്ട്? മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഒരു മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ മാനസിക സാമൂഹിക പിന്തുണ കൊടുക്കുന്ന വ്യക്തികളാണ്. അവരെ ആ ഒരു ഫാമിലി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് അത് പരിഹരിക്കാൻ അവരെ സഹായിക്കും. അതുപോലെ എല്ലാ ആളുകൾക്കും അവർക്ക് ആ ഒരു ഹെൽത്ത് കെയർ, ഒരു ആരോഗ്യ പരിചരണം അവർക്ക് ആക്സസിബിൾ ആക്കി കൊടുക്കും, ലഭ്യമാക്കി കൊടുക്കും അല്ലെ. അങ്ങനെ ഡോക്ടർമാർക്കും രോഗികൾക്കും എന്തിനു പറയുന്നു, അവരുടെ കുടുംബാംഗങ്ങൾക്കും അവർ ജീവിക്കുന്ന സമൂഹത്തിനും ഇടയില് അവർക്കിടയിൽ ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട്, അവർക്കിടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട്, ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ആണ്. അടുത്തതാണ് ഫിസിയോതെറാപ്പി.
അപ്പൊ നമ്മൾ പറഞ്ഞത് ഫിസിയോതെറാപ്പി ആണ്. ദിസ് ഡിപ്പാർട്ട്മെന്റ് എയിംസ് അറ്റ് റീഹാബിലിറ്റേഷൻ പേഷ്യൻസ്, അതായത് നമ്മള് രോഗികളെ പുനരധിവസിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി. നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഈ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള രോഗികളെ സംബന്ധിച്ച് അവർക്ക് വ്യായാമങ്ങളിലൂടെ മറ്റു മാർഗങ്ങളിലൂടെയൊക്കെ അവരുടെ ആ ഒരു ചലനശേഷിയൊക്കെ വീണ്ടെടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഓക്കെ, മോസ്റ്റ്ലി ലിങ്ക്ഡ് ടു ദ ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അത് കുറേ കൂടെ കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഫിസിയോതെറാപ്പി ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ കൂടുതലും എന്തുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ട്? ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പൊ എല്ലുടിയ അങ്ങനെയൊക്കെ കയ്യും കാലുകൂടിയൊക്കെ അവർക്ക് മൂവ്മെന്റ്സ് ഒക്കെ ബുദ്ധിമുട്ടാണ് അല്ലെ. ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ള രോഗികളെ തിരിച്ചവരെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കൂടുതലും ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇത് കൂടുതൽ കണക്റ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ഷൻ ഇല്ല എന്നല്ല, മറ്റുള്ളത് ഡിപ്പാർട്ട്മെന്റുകൾ അപേക്ഷിച്ച് നോക്കുമ്പോ ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇത് കുറെ കൂടെ കണക്റ്റഡ് ആണ്. ഓക്കെ, പിന്നെന്താണ്? ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓഫേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ബോഡി ഹീലിംഗ് തെറാപ്പി ദാറ്റ് വിൽ ഹെൽപ്പ് എ പേഷ്യന്റ് റെസ്യൂം ദ നോർമൽ ഫങ്ഷനിങ്. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് പലതരത്തിലുള്ള ഹീലിംഗ് തെറാപ്പി, ഒത്തിരി ചികിത്സാ സേവനങ്ങളൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് രോഗിയുടെ ആ ഒരു അവരുടെ നോർമൽ ഫങ്ഷനിലോട്ട് നമുക്ക് അവരെ റെസ്യൂം ചെയ്യാൻ, പുനരാരംഭിക്കുന്നതിന് അത് സഹായിക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓഫേഴ്സ് ഔട്ട് പേഷ്യന്റ് ആസ് വെൽ ആസ് ഇൻ പേഷ്യന്റ് സർവീസസ് കേട്ടോ. പിന്നെ അത് കൂടാതെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇൻ പേഷ്യന്റ് സേവനങ്ങളും കൊടുക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് കിടത്തി ചികിത്സ ആവശ്യമുള്ള രോഗികൾക്ക് ആ രീതിയിലുള്ള ചികിത്സ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ OP സർവീസുകളും ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് കേട്ടോ. അപ്പൊ കുറച്ച് സമയത്ത് പോയി, സിസ്റ്റത്തിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ ഓഫായി പോകുന്നുണ്ട്, ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുറച്ച് ടൈം ഇങ്ങനെ നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത് തീർക്കാൻ പറ്റും എന്നാണ് വിചാരിച്ചത്. സാരില്ല, നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഇത് ഫിനിഷ് ചെയ്യാം. ഒരു ചാപ്റ്റർ നമുക്ക് എന്താണ് ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നത്, സിസ്റ്റത്തിന് എന്തോ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇന്ന് നമ്മൾ പഠിച്ചത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു, പിന്നെ പ്ലാസ്റ്റിക് സർജറി, പിന്നെ യൂറോളജി, ആൻഡ്രോളജി. ഓക്കെ, 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് പഠിക്കാനുണ്ട് കേട്ടോ. 12 എണ്ണത്തിന്റെ പേരുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫിസിയോതെറാപ്പി വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇത്രയും ഭാഗങ്ങൾ നല്ലപോലെ വാങ്ങിക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you, Miss.